ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കൊപ്പവും പൊറോട്ടയ്ക്കൊപ്പവും മസാലദോശക്കൊപ്പവുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. നിങ്ങൾ ഇതുപോലെ ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. 5 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് രുചികരമായ ഒരു ഉരുളൻകിഴങ്ങ് കറി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്കൊരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് 2 വലിയ പൊട്ടറ്റോ, ഒരു 4 ആൾക്കാർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു വലിയ ക്യാരറ്റും കൂടി ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കളർ മാറാതിരിക്കാനായിട്ട് വേവാനായിട്ടും കൂടി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 4 പച്ചമുളക് നടുകീറിയതും ഒരു സവാള വളരെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുത്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. കുക്കറിൻ്റെ മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ വറ്റി വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ഗ്രേവി. നോക്കൂ, ഉരുളൻകിഴങ്ങെല്ലാം വെന്ത് ഉടഞ്ഞു, ക്യാരറ്റൊക്കെ കണ്ടില്ലേ? ഇതുപോലെ ഇരിക്കും നമ്മുടെ ഈ ഗ്രേവി. ഇനി നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് നമുക്ക് അടുപ്പിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് താളിച്ച് കൊടുക്കാം. കണ്ടില്ലേ, 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങ് കറി റെഡിയായി കഴിഞ്ഞു. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയുണ്ടെങ്കിൽ കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ രുചികരമാണ് കേട്ടോ. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഈസിയായി പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലത്തെ കടിക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇത് നമുക്ക് ഭൂരിക്കൊപ്പം കഴിക്കാൻ വളരെ രുചികരമാണ് കേട്ടോ. മസാല ദോശക്കൊപ്പവും നമുക്ക് കഴിക്കാം. നമുക്കിതൊന്ന് വറ്റിച്ചെടുത്താൽ മാത്രം മതി. ചപ്പാത്തിക്ക് സൂപ്പറാണ് കേട്ടോ ഈ കറി. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.